ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി പൃഥ്വിരാജ് കോംബോയിൽ ഒരു സിനിമ വരുന്നു എന്നുള്ള വാർത്ത നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞതാണ്. ആ ഒരു വാർത്ത ഏറ്റവും ആദ്യമായിട്ട് തന്നെ പുറത്തുവിട്ടത് നമ്മൾ തന്നെയാണ്. അണിയറയിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ് വെച്ച് തന്നെ ആ ഒരു കാര്യങ്ങൾ വിട്ടപ്പോൾ പല ചോദ്യങ്ങളും വന്നിരുന്നു. ഇത് മമ്മൂട്ടി അറിഞ്ഞോ, പൃഥ്വിരാജ് അറിഞ്ഞോ, ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളത്. എന്താണെങ്കിലും അത് സോഷ്യൽ മീഡിയയിൽ പിന്നീട് ഗംഭീരമായിട്ടുള്ള ട്രെൻഡിങ് ആകുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ആ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ചൂട് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ച പോലെ തന്നെ ഈ സിനിമ നടക്കുമോ? സാധാരണ പല അനൗൺസ്മെൻറ്റുകളും നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയുകയാണ്, മമ്മൂട്ടി പൃഥ്വിരാജ് കോംബോ വീണ്ടും ബിഗ് സ്ക്രീനിൽ വരുന്നു എന്നുള്ളത് തന്നെ. അത് കാണാൻ അധികം കാത്തിരിക്കേണ്ട സമയമില്ല, അല്ലെങ്കിൽ കാത്തിരിക്കേണ്ട കാര്യമില്ല. പടം മെയ് മാസത്തിൽ തുടങ്ങും എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകളിലും അങ്ങനെ തന്നെയായിരുന്നു. മെയ് തന്നെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. വലിയ താമസമില്ലാതെ തുടങ്ങും. വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്യാനുള്ള ഒരു പടം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് മമ്മൂട്ടി അതിനിടയിൽ അല്ലെങ്കിൽ അതിന് നേരത്തെ കമ്മിറ്റ് ചെയ്തിരുന്ന മഹേഷ് നാരായണൻ ചിത്രവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമുക്കറിയാം മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ കരിയറിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതാനും സിനിമ അല്ലെങ്കിൽ കുറേ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വമ്പൻ ലൈനപ്പ് എപ്പോഴും ഉണ്ടാകാറുണ്ട്. 10-30 സിനിമകൾ അദ്ദേഹത്തിൻ്റെ ക്യൂവിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ മികച്ച കഥയോ തിരക്കഥയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായും അതിനിടയിൽ വേറെ സിനിമകൾ ചെയ്യാറുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ വന്ന സിനിമ തന്നെയായിരുന്നു ദ പ്രീസ്റ്റ് എന്ന സിനിമ. അതിനു മുമ്പ് പല സിനിമകളും അനൗൺസ് ചെയ്ത് തുടങ്ങും എന്നുള്ള ഘട്ടത്തിലാണ് ഈ ഒരു സിനിമ വന്നത്. അതേപോലെ മൾട്ടിപ്പിൾ സിനിമാസ് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. രദീന ഷർഷാദിൻ്റെ സിനിമ. അതേപോലെ ഈ ഒരു സിനിമയുടെ കുറിച്ച് വരുന്ന മറ്റൊരു കിംവദന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വനിതാ ഡയറക്ടറാണ് ഈ സിനിമ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനോട് എത്രത്തോളം ഉറപ്പുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. മമ്മൂട്ടി വീണ്ടും ഒരു വനിതാ സംവിധായകയ്ക്ക് അവസരം അല്ലെങ്കിൽ അത് കൈകോർക്കുന്നു അവരുമായിട്ട്. അത് സിനിമയിൽ സജീവമായിട്ടുള്ള ഒരു നടിയാണ് എന്നുള്ളത്. 2 പേരുകളാണ് ഉയർന്നു കണ്ടിരുന്നത്. ഒന്ന് നിമിഷ സജയനായിരുന്നു എന്നുള്ളത്, മറ്റൊന്ന് പാർവതി തിരുവത്താണ്. ഇതിനകത്തിൽ മമ്മൂട്ടി പൃഥ്വിരാജ് കൂട്ടുകെട്ടിലൊരു സിനിമ വരുമ്പോൾ നമുക്കറിയാം നീണ്ട 15-16 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ ഈ ഒരു കോംബോ ഒരുമിച്ചിരുന്നത്. ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ചേട്ടനും അനിയനുമായി വന്ന ആ ഒരു സിനിമയ്ക്ക് ശേഷം വീണ്ടും ഈ ഒരു കോംബോ വരുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ നിൽക്കുന്ന 2 നടന്മാരായി വരുന്നു മലയാളത്തിൽ, പൃഥ്വിരാജും മമ്മൂട്ടിയും. നമുക്കറിയാം മമ്മൂക്ക പണ്ട് മുതലേ ആ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നു, ഇപ്പോഴും ആ റേഞ്ചിൽ പോകുന്നു. പൃഥ്വിരാജ് നാടുജീവിതം വന്നപ്പോൾ അദ്ദേഹം ഗംഭീരമായിട്ടുള്ള ഒരു റേഞ്ചിലേക്ക് കയറിയിരിക്കുന്നു. ഒരുപാട് കുറവുകളും കാര്യങ്ങളുമൊക്കെ പറഞ്ഞു എതിരാളികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അതെല്ലാം അടിച്ചമർത്തി സോളോ 150 crore കളക്ഷനുള്ള ഏക സിനിമ നടനായി മാറുന്നു മലയാളത്തിലെ. അങ്ങനെ ഈ ഒരു കോംബോ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ബോക്സ് ഓഫീസ് എന്നീ തീർന്നട ഇതുവരെ കണ്ട അംഗമല്ല നിങ്ങൾ കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും പടം മെയ് മാസം തുടങ്ങുമെന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പ്രശസ്തമായിട്ടുള്ള ചാനലുകളെല്ലാം തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്ന TV ചാനലുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാം ഇത് ഇന്നും വീണ്ടും ട്രെൻഡിങ്ങിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ കാത്തിരിക്കാം. മമ്മൂട്ടി പൃഥ്വിരാജ് കോംബോയിൽ വരുന്ന പടത്തിന് വേണ്ടി മെയ് മാസം സിനിമ തുടങ്ങുന്നു എന്നുള്ളത് തന്നെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തണം. ഗ്രേറ്റ് മീഡിയാസ്.